ഓം നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ അധ്യായത്തിൽ നവരാത്രിയുടെ രണ്ടാം ദിനത്തെക്കുറിച്ചാണ് പറയുന്നത്. നവരാത്രിയുടെ രണ്ടാം ദിനം ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണിയായ ദേവിയുടെ ശക്തിഭാവങ്ങളിൽ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് നവരാത്രിയുടെ രണ്ടാം ദിനം ആരാധന. ശിവന്റെ പത്നിയായി തീരുവാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. അതിന്റെ ഐതിഹ്യം ഇനി പറയുന്നത് പോലെയാണ്. പരമേശ്വരന്റെ പ്രീതിക്കായി കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്ത് പാർവതി ദേവി ഒടുവിൽ ശിവപ്രീതിക്ക് അർഹയാവുകയും പാർവതിയുടെ പ്രേമം അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തു. പാർവതിയുടെ തന്നോടുള്ള ഭക്തിയിലും പ്രേമത്തിലും തൃപ്തനായ പരമശിവൻ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം നൽകി. നവരാത്രിയിലെ രണ്ടാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായി നീക്കിവയ്ക്കപ്പെട്ടിരിക്കുന്നു. രണ്ടാം ദിവസം പൂജിക്കുന്ന ബ്രഹ്മചാരിണി ദേവി ഒരു കൈയിൽ രുദ്രാക്ഷമാലയും മറു കൈയിൽ കമണ്ഡലവും പിടിച്ചിരിക്കുന്നതായി കാണാം. ബ്രഹ്മചാരിണി ദേവിയെ പ്രീതിപ്പെടുത്താൻ പഞ്ചസാര സമർപ്പിക്കുന്നു. സുന്ദരിയായ ദേവി തന്റെ ഭക്തർക്കും അവരുടെ കുടുംബങ്ങൾക്കും ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുന്നു.